നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. പുട്ട്, പത്തിരി, ചപ്പാത്തി, ചോറ്, ദോശ ഇതെന്തിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളിയായിട്ട് പോകുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ അടുപ്പത്തോട്ട് ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ വേവിച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചിക്കനിലോട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വെച്ച ചിക്കനും കൂടി ഇതിലോട്ട് തട്ടി ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ചേർത്തിരിക്കുന്നത്. എനിക്ക് ചിക്കൻ കറിയിൽ ചിക്കനേക്കാളും ഇഷ്ടം ഉരുളക്കിഴങ്ങ്, അതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് വേവിക്കുക. ഏകദേശം ഒന്ന് ചിക്കൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്നിട്ട് ചിക്കൻ നല്ല തിള വരുന്ന സമയത്ത് ഇതിലോട്ട് കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വറ്റിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി.